മൊഡ്യൂൾ 5 സർഫസ് വാട്ടർ സിസ്റ്റംസ്. ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ ഹെഡ് വർക്ക്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം റിവർ വാട്ടർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം അത് ഡൊമസ്റ്റിക് പേർപ്പസിനാണെങ്കിലും ഇറിഗേഷൻ പേർപ്പസിനാണെങ്കിലും ഇൻഡസ്ട്രിയൽ പേർപ്പസിനാണെങ്കിലും ഒക്കെ നമ്മൾ റിവർ വാട്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ റിവർ വാട്ടർ സ്റ്റോർ ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് പണിയുന്നു. അതായത് ഡാംസ്, റിസർവെയർസ്, അതുകൂടാതെ കനാൽസ്, ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ വാട്ടർ സ്റ്റോർ ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനുമാണ്. ഇപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് തന്നെ നിങ്ങൾ നോക്കി, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു റിവർ ഒഴുകുന്ന ഒരു ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഡാം എന്ത് സംഭവിക്കുന്നു? ആ റിവർ വാട്ടറിനെ, ആ ഒഴുകുന്ന റിവർ വാട്ടറിനെ നമ്മളൊരിടത്ത് വെച്ച് ബ്ലോക്ക് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഡാം സ്ട്രക്ചർ പണിഞ്ഞു. അപ്പം ഇവിടുന്ന് ഇതാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. ഈ അപ്സ്ട്രീമിൽ വാട്ടർ സ്റ്റോർ ആയിട്ട് കിടക്കുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ സ്റ്റോർ ചെയ്ത വെള്ളത്തിനെ നമ്മൾ ഒരു കനാൽ വഴിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്ട്രക്ചേഴ്സ്, ഈ വെയർസോ ബാരേജസോ ഒക്കെ വഴി നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് ആ വെള്ളത്തെ കടത്തി വിടുന്നു, അതായത് ഒഴുക്കി വിടുന്നു. ഓക്കെ, അത് നമുക്ക് എപ്പോഴാണോ ആവശ്യം അതിനനുസരിച്ച്. സോ ദാറ്റ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളപ്പം അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ വെള്ളം അതിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈ സീസൺ വരുമ്പോഴത്തേനും നമുക്ക് ഉപയോഗിക്കാൻ വാട്ടർ അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു റിവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഇത്രയും വാട്ടർ എവിടെ നിന്നാണ് കിട്ടുന്നത്? കാച്ച്മെന്റ് ഏരിയയിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ഷെഡ് എന്ന് പറയാം. അപ്പൊ ഈ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ റിവറിന്റെ പരിസരത്തുള്ള ഈ പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ ഒരു വാട്ടർ ഷെഡ് എന്ന് പറയാം. അവിടെ നിന്നെല്ലാം ഊറി വരുന്ന വെള്ളമാണ് ഫൈനലി നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് നിർത്തുന്നത് അല്ലെ, അല്ലെങ്കിൽ ഈ റിവറിലൂടെ ഒഴുകുന്നത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഡാം പണിയുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു ഫിഗർ, അതേപോലെ ഇവിടെ കാണുന്നതെല്ലാം നമ്മൾ ഹെഡ് വർക്ക്സ് എന്ന് പറയും. നമ്മളൊരു ഡാമൊക്കെ കാണാൻ നിങ്ങൾ പോയിട്ടുണ്ടാവും. സോ ആ ഒരു വർക്കിനെ നമ്മൾ മൊത്തത്തിൽ എന്താണ് ഹെഡ് വർക്ക് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഇനി ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. Any hydraulic structure which supplies water to the off-taking canal is called a headwork. അപ്പം ഒരു എന്താ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു റിവറിലെ വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് പണിയുന്നു. ആ ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ നിന്ന് വെള്ളം പലയിടങ്ങളിലോട്ട് കനാൽസ് വഴി സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ടോട്ടൽ സെറ്റപ്പിനെയാണ് നമ്മൾ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹെഡ് വർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ കമ്പോണൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഹെഡ് വർക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയും, ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്നും പറയും. ഇനി ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്റ്റോറേജ് ഹെഡ് വർക്ക്. ആ രണ്ട് ടേമിലും അതിനകത്തുള്ള മീനിങ് ഉണ്ട്. അതായത് സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയുമ്പം ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റോറേജ് പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഹെഡ് വർക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു റിവറിന് കുറുകെ നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു. ഒരു സ്റ്റോറേജ് റിസർവയർ ആയിട്ട് അതിനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ അതിനെ നമുക്ക് സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയാം. അപ്പം ആ ഒരു ചെയ്യുന്ന ആ ഒരു രീതിയെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്കിനെ സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറയാം അല്ലെ. അപ്പം ഈ റിസർവയറിൽ വാട്ടർ സ്റ്റോർ ചെയ്തതിന് ശേഷം അത് കനാൽസ് വഴിയാണ് ഇപ്പോൾ ഇറിഗേഷൻ ഫീൽഡിൽ ആയാലും എവിടെയാണോ വേണ്ടുന്നത് അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പം അത് ഈ വെള്ളം ഒരു റിസർവയറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡാമിൽ നിന്ന് കനാൽ റെഗുലേറ്റേഴ്സ് വഴിയാണ് കനാലിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ വാട്ടർ ഒരുപാട് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ഫ്ലഡ് കൺട്രോൾ, ഫിഷറി ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോറേജ് ഹെഡ് വർക്ക് ഉപയോഗിക്കുന്നു.
ഇനി രണ്ടാമത്തത് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണ്. ഇപ്പൊ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഡൈവേർഷൻ എന്തായിരിക്കും? വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു എവർ ഫ്ലോയിങ് ഒരു പെരണിയൽ റിവറിനെ നമ്മൾ എന്തെങ്കിലും എന്താ സ്ട്രക്ചർ വെച്ച് ഒരു വെയറോ ഒരു ബാരേജോ ഒക്കെ വെച്ചിട്ട് ആ വാട്ടർ ലെവലിനെ അവിടെ അല്ലെങ്കിൽ ആ വാട്ടറിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് അവിടുത്തെ വാട്ടർ ലെവലിനെ റേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ചാനൽസ് വഴി അല്ലെങ്കിൽ കനാൽസ് വഴി നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പലയിടങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നു. ഓക്കെ, അപ്പൊ ഈ കേസിലും വാട്ടർ ഫ്ലോ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് വഴിയാണ്. ഇനി ഇത് ഇപ്പൊ പറഞ്ഞതിന്റെ 2 ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സ്റ്റോറേജ് ഹെഡ് വർക്ക് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് പിടിച്ചു നിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇവിടെ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ ലെഫ്റ്റ് ബാങ്ക് റൈറ്റ് ബാങ്ക് കനാൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. 2 സൈഡിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിട്ടേക്കുന്നതായിട്ട് കാണാം. ഇനി ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. ഈ റിവറിന് 2 തലങ്ങളുണ്ട് അല്ലെ, ഒരു അപ്സ്ട്രീം സൈഡും ഉണ്ട്, ഒരു ഡൗൺ സ്ട്രീം സൈഡും ഉണ്ട്. അപ്പം ശരിക്കും ഈ ഡാമും അല്ലെങ്കിൽ വേഴ്സും ബാരേജസും ഒക്കെ വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്ത് പിടിക്കുന്ന ഇടം അല്ലെങ്കിൽ ആ റിവറിന്റെ ആ ഒറിജിൻ ഭാഗത്തിനെ നമ്മൾ അപ്സ്ട്രീം എന്ന് പറയുന്നു. ആൻഡ് എങ്ങോട്ടാണ് ഒഴുക്കി വിടുന്നത്, ആ വെള്ളം ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ താഴോട്ടുള്ള ഇടങ്ങളെ ഡൗൺ സ്ട്രീം എന്നാണ് പറയുന്നത്. അപ്പം വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവലിനെ ഉയർത്തുക എന്നുള്ളതാണ്, റേസ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കി, ഇറ്റ് റെഗുലേറ്റ്സ് ദ സപ്ലൈ ഓഫ് വാട്ടർ ഇൻ ടു കനാൽസ്. അപ്പം കനാലിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക് റെഗുലേറ്റ് ചെയ്യുന്നത് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണ്. ഓക്കെ, പിന്നെ ഇറ്റ് കൺട്രോൾസ് ദി എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദി കനാൽ. അപ്പൊ നമുക്കറിയാം റിവർ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുമ്പോഴത്തേനും ഒരുപാട് സിൽറ്റ് അല്ലെങ്കിൽ സെഡിമെന്റ്സും കൂടെ ചേർത്താണ് ചെളിവെള്ളം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഈ ചെളി എല്ലാം കൂടെ വാരി എടുത്തുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ ഈ കനാൽസിലോട്ടും അത് കലരാതെ വണ്ണം ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് ഡൈവേർഷൻ ഹെഡ് വർക്ക് ആണ്. ഓക്കെ, പിന്നെ ഇറ്റ് ക്രിയേറ്റ്സ് എ സ്മോൾ പോണ്ട് ഓൺ ഇറ്റ്സ് അപ്സ്ട്രീം ആൻഡ് പ്രൊവൈഡ് സം പോണ്ടേജ്. അപ്പൊ അത് എസ്പെഷ്യലി ഫോർ ഫിഷിനൊക്കെയാണ്. അതായത് നമ്മളിപ്പം ഡാമിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ ഓർത്തു നോക്കി, ഡാം വെച്ച് നമ്മൾ ആ ഫ്ലോ ചെയ്യുന്ന റിവറിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. അപ്പൊ ആ ഡാം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിന്റെ തൊട്ടു പുറകിലായിട്ട് വെള്ളം നല്ല രീതിയിൽ പൊങ്ങി നിൽക്കും അല്ലെ. അപ്പൊ അവിടെ ഒരു ചെറിയ പോണ്ട് പോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നിടം. അപ്പൊ അതാണ് ഇവിടെ പോണ്ടേജ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് വാട്ടർ ലെവൽ. അതിപ്പം പല പല സീസൺ അനുസരിച്ച് ആ വാട്ടർ ലെവൽ റൈസ് ചെയ്യുകയും ലോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് എന്താ ഒരു നല്ല രീതിയിൽ തന്നെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഡൈവേർഷൻ ഹെഡ് വർക്ക് സഹായിക്കുന്നു. അപ്പം ഈ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഫിഗറിൽ ഡൈവേർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഹോൾ തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ യൂസ് ചെയ്യുന്ന ആ ടോട്ടൽ സ്ട്രക്ചറിന്റെ ഓരോ കമ്പോണൻസും അതിനകത്ത് പെടുന്നുണ്ട്. ഓക്കെ, എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഹെഡ് വർക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ മെയിൻ കമ്പോണൻസിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കമ്പോണൻസ് ആണ് ഈ കാണുന്നത്. നമ്മൾ ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. സോ വേഴ്സ് ഓഫ് ഓർ ബാരേജ്, അണ്ടർ സ്ലൂയിസസ്, ഡിവൈഡ് വാൾ, ഫിഷ് ലാഡർ, കനാൽ ഹെഡ് റെഗുലേറ്റർ, സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് ഓർ സിൽറ്റ് പ്രിവെൻഷൻ ഡിവൈസസ്, അതുപോലെ തന്നെ റിവർ ട്രെയിനിങ് വർക്ക്സ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് 1-2 ഫിഗേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഒരു ഡാമോ എന്തുവാന്ന് വെച്ചാൽ, അപ്പൊ ആ ടോട്ടൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ പാർട്സിനെ പറ്റിയാണ് നമ്മളിവിടെ തൊട്ട് മുമ്പ് ആ കമ്പോണൻസിനകത്ത് കണ്ടതെല്ലാം ഈ ഡൈവേർഷൻ ഹെഡ് വർക്കിലെ ഓരോ പാർട്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ ഒരു ഫിഗറും കൂടെ ഉണ്ട്. ഈ ഫിഗർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുള്ള ഫിഗർ. അപ്പൊ ഇതൊരു പ്ലാൻ ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഭാഗത്താണ് നമ്മുടെ വേഴ്സ് അല്ലെങ്കിൽ ബാരേജ് അല്ലെങ്കിൽ ഡാം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ആൻഡ് അതിന്റെ ഓരോ പാർട്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർജിനൽ ബൺസും ഗൈഡ് ബാങ്ക്സും ഒക്കെ നമ്മൾ റിവർ ട്രെയിനിങ് വർക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്.
ഓക്കെ, ബാക്കിയുള്ള പാർട്സ് ഒക്കെയാണ് നമ്മളിപ്പം എസ്പെഷ്യലി അതായത് ഇത് രണ്ടും ഒഴിച്ചിട്ടുള്ള ബാക്കി പാർട്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഈ ടേംസ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞ് ഈ കമ്പൗണ്ട്സിന്റെ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് പഠിക്കേണ്ടതായിട്ടുള്ള ഫിഗർ ആണ്, നമുക്ക് വരച്ച് പഠിക്കണം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ കമ്പോണൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേസ് ആൻഡ് ബാരേജസ് ആണ്. ഓക്കെ, അപ്പം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് വേസ് ആൻഡ് ബാരേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അത് ഒന്നും കൂടി ഒരു ഇമേജ് കിട്ടുന്നുള്ളതേ ഉള്ളൂ. സോ ഈ കാണുന്നത് വേഴ്സ് ആണ്, ഇത് ബാരേജസ് ആണ്. രണ്ടിന്റെയും പേർപ്പസ് എന്താണ്? വാട്ടർ ലെവൽ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ കാണുന്ന വേഴ്സ് നോക്കി, ഇത് രണ്ട് തരത്തിലുള്ള വേഴ്സിന്റെ പടങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ടും സെക്ഷണൽ വ്യൂസ് ആണ്. അപ്പം ഇപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന വേഴ്സിനകത്ത് ഷട്ടർ ഇല്ല, പക്ഷെ രണ്ടാമത്തേനകത്ത് ഷട്ടേഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു നോർമലി ഒരു പെർണിയൽ റിവറിന്റെ വാട്ടർ ലെവല് നമ്മൾ റൈസ് ചെയ്യാതെ അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഒരു നല്ല എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ വാട്ടർ ലെവല് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറിഗേഷൻ കനാലിലേക്ക് നമുക്ക് ഈ വാട്ടർ ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഷട്ടർ ഇല്ലാത്ത കേസിൽ നിങ്ങൾക്കറിയാം, വാട്ടർ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്ത് വരുന്നു. ആൻഡ് ഇവിടെ ഒരു പോണ്ടിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോണ്ടിങ് ക്രിയേറ്റ് ആവുന്നു. ആൻഡ് ഇത്രയും ഭാഗം വെള്ളം നമ്മൾ ഇവിടെ ഒരു ക്രസ്റ്റ് ഉണ്ട് അല്ലെ, ഈ ക്രസ്റ്റ് പോർഷനോളം നമുക്ക് വാട്ടർ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകുന്നു. അപ്പൊ അങ്ങനെ ഓവർഫ്ലോ ചെയ്ത് പോകുന്ന വെള്ളം ഡൗൺ സ്ട്രീമിലേക്ക് കടന്നു പോകുന്നു. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്ത ആ പോണ്ടിങ് ഹൈറ്റിനെ കാട്ടി കുറച്ചും കൂടി ഒരു ലെവലിൽ നമുക്ക് വാട്ടറിനെ റൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനായിട്ട് അഡ്ജസ്റ്റബിൾ ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വാട്ടർ ലെവലിനെ നമ്മുടെ റിക്വയർഡ് ഹൈറ്റിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ക്രസ്റ്റ് ഷട്ടർ അതിന്റെ ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ കൂട്ടുകയും അതിനനുസരിച്ച് ഇപ്പോൾ വാട്ടർ റിക്വയർമെന്റ് താഴേക്ക് ഒഴുക്കി ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടേണ്ടതനുസരിച്ച് ഷട്ടർ താഴ്ത്തി കൊണ്ടുവരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആ പോണ്ടിങ് ഹൈറ്റ് രണ്ടിലും ഡിഫറെന്റ് ആയിരിക്കും. ഇതിലും മാക്സിമം ആയിരിക്കും, ഇതിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ, ആ ക്രസ്റ്റിന്റെ ഹൈറ്റ് വരെ കാണത്തുള്ളൂ. ഇനി രണ്ടാമത്തത് ബാരേജ് ആണ്. ബാരേജിന്റെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ബാരേജ് ഇതിനകത്ത് കാണുന്നത് വിത്തൗട്ട് എനി റേസ്ഡ് ക്രസ്റ്റ് ആണ്. ഇതിനകത്ത് ഒരു ചെറിയ സ്മോൾ റേസ്ഡ് ക്രസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പർട്ടിക്കുലർ ഹൈറ്റ് വരെ വെള്ളം നിർത്തിയിട്ട് ബാക്കി ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുക്കി വിടുന്നു. ആൻഡ് ഈ ഒരു കേസിൽ റേസ്ഡ് ക്രസ്റ്റ് ഒരു ചെറിയ ഗേറ്റും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വേസിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇവിടെ പോണ്ട് ഹൈറ്റ് അല്ലെങ്കിൽ ലെവല് കുറച്ചും കൂടെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ ഗേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വാട്ടർ ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുകി പോകുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് അണ്ടർ സ്ലൂയിസസ് ആണ്. ഈ അണ്ടർ സ്ലൂയിസസിനെ സ്കോറിംഗ് സ്ലൂയിസസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ വേസിന്റെയും ബാരേജസിന്റെയും ഒക്കെ ബേസ് ഭാഗത്തായിട്ട്, അതായത് ഏറ്റവും അടിയിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പണിങ്സിനെയാണ് അണ്ടർ സ്ലൂയിസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം, ഇപ്പം ഈ ഭാഗത്തായിട്ട് ഇതിപ്പോ ഒരു ഡാം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വേറെ ബാരേജോ എന്താണെങ്കിലും ഇരിക്കട്ടെ, അതിന്റെ മുകളിൽ കൂടെ ആണ് വെള്ളം ഒഴുകി താഴേക്ക് വരുന്നത് അല്ലെ. അപ്പം ഈ ഒരു ലെവലിന്റെ താഴെ അടിഭാഗത്തായിട്ട് ഒരു ബേസിലായിട്ട് ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്തേക്കും. അതെന്ന് പറയുന്നത് ഈ അഴുക്ക് വെള്ളം, അതായത് ഒരുപാട് ഇപ്പം റിവറിലെ വെള്ളം ഒഴുകി വന്ന് ആ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിന്റെ അടുത്തേക്ക് വരും തോറും ഒരുപാട് സിൽറ്റ് കൂടുതലായിരിക്കും. ആ സിൽറ്റ് അവിടെ തന്നെ അങ്ങനെ അടിഞ്ഞുകൂടിയാൽ എന്ത് സംഭവിക്കും? ആ ഭാഗത്തെ അത്രയും നമ്മൾ ആ പോണ്ടിങ്ങിന്റെ ആ ഒരു വശം ഉണ്ടല്ലോ, അവിടുത്തെ അത്രയും വാട്ടർ കപ്പാസിറ്റി അങ്ങ് നഷ്ടപ്പെടും. ഒത്തിരി കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണ്ടർ സ്ലൂയിസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അണ്ടർ സ്ലൂയിസസ് ആ ബേസ് ഭാഗത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇപ്പൊ ഇവിടെ തന്നെ ആ അടിയിലുള്ള കലക്കവെള്ളം, ഓക്കെ, കലങ്ങിയിരിക്കുന്ന ആ വെള്ളം എല്ലാം കൂടെ ആ അടിത്തട്ടിലൂടെ ഒഴുകി വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണ്ടർ സ്ലൂയിസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം നോർമലി ഇങ്ങനെയുള്ളത് കൊടുക്കുന്നത് ഒരു അഡ്ജസ്റ്റബിൾ ഗേറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അണ്ടർ സ്ലൂയിസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗേറ്റ്സ് മിക്കവാറും ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പം ഒത്തിരി സിൽറ്റ് ഒക്കെ ഡിപ്പോസിറ്റ് ആയി എന്ന് തോന്നുമ്പോഴത്തേന് എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇത്ര ഇടവേള ഉണ്ടാവും. സോ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും, ഈ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അത്രയും സിൽറ്റ് വെളിയിലേക്ക് ഒഴുകി പോകാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡിപ്പോസിറ്റ് ആയി കിടക്കുന്ന അത്രയും സിൽറ്റ് ലൂസൺ ആവുകയും അതിലൂടെ ആ അണ്ടർ സ്ലൂയിസസിലൂടെ ഒഴുക്കി വിടുകയും ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെയും കുറെ മെക്കാനിസംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചില സിൽക്ക് അങ്ങനെ തന്നെ അവിടെ കട്ടിയായിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് കിടക്കുന്നവ ഉണ്ടാവും. അവയെ നമ്മൾ തള്ളി വെളിയിലോട്ട് കൊണ്ട് എത്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ വെള്ളം എന്താണ്, ഈ ഡൗൺ സ്ട്രീം വഴി സ്കോറിംഗ് സ്ലൂയിസസ് വഴിയാണ് ഡൗൺ സ്ട്രീമിലോട്ട് ഈ മഡി വാട്ടർ അത്രയും ഒഴുകി പോകുന്നത്. അപ്പൊ ഇതിനെ ഇത്രയും ഒഴുക്കി വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗേറ്റ്സ് ക്ലോസ് ചെയ്ത് നിർത്തും. ഓക്കെ, ഇപ്പം നമ്മൾ യൂഷ്വലി ഈ ഫ്ലഡ് ഒക്കെ ഉണ്ടാവുന്ന ടൈമിലായിരിക്കും ഈ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ചെയ്ത് തന്നെയായിരിക്കും ഇടുന്നത്. കാരണം ഫ്ലഡ് ഒരുപാട് കലങ്ങിയ വെള്ളമാണ് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അത്രയും നല്ല രീതിയിൽ ആ സിൽറ്റ് എല്ലാം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഫ്ലഡ് ടൈമിലൊക്കെ നമ്മൾ എപ്പോഴും ആ ഗേറ്റ് ഓപ്പൺ ചെയ്താണ് ഇടാറുള്ളത്. ഇതാണ് അണ്ടർ സ്ലൂയിസസ്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഡിവൈഡ് വാൾ ആണ്. ഈ ഫിഗറിനകത്ത് ഈ കാണുന്നതാണ് ഡിവൈഡ് വാൾ. അപ്പൊ അത് ചിലപ്പോൾ 1-2 എണ്ണം കാണും. അപ്പൊ ഈ ഡിവൈഡ് വാൾ എന്ന് പറയുന്നത് ഒരു ലോങ് വാൾ ആണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ഒരു വെയറോ അല്ലെങ്കിൽ ബാരേജിനോ റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും ഈ ഒരു ഡിവൈഡ് വാള് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതൊന്നുകിൽ സ്റ്റോൺ മാസൺറിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ഡിവൈഡ് വാൾ ആയിരിക്കാം. ആൻഡ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പം കാണിച്ചിരിക്കുന്ന ഡൗൺ സ്ട്രീം ഏരിയ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡിവൈഡ് വാളിന്റെ ഒരു പോർഷൻ അങ്ങ് അപ്സ്ട്രീം സൈഡിലോട്ടും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. നമ്മൾ മറ്റേ ഫിഗറിൽ കണ്ടല്ലോ, ഒരു മിനിറ്റ്, ഈ പ്ലാനിനകത്ത് നോക്കി, ഇതാണ് ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. ഇതിപ്പം അപ്സ്ട്രീം സൈഡ് ആയിരിക്കും. അപ്പൊ അപ്സ്ട്രീമിലോട്ടും ഡൗൺ സ്ട്രീമിലോട്ടും രണ്ട് സൈഡിലും ഈ ബാരേജിന് അല്ലെങ്കിൽ ഈ വെയറിന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ഈ ഡിവൈഡ് വാൾ കൊടുത്തിരിക്കുന്നത്. ബട്ട് അപ്സ്ട്രീമിലോട്ടും കാണും, റിവർ ഇവിടെ നിന്നാണ് ഒഴുകി ഇങ്ങോട്ട് വരുന്നത്, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും പ്രൊജക്ട് ചെയ്ത് നിൽപ്പുണ്ട്, ആ വെയർ അല്ലെങ്കിൽ ബാരേജ് കഴിഞ്ഞ് താഴോട്ടും പ്രൊജക്ട് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം ഇത് ആണ് ഡിവൈഡ് വാൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സം ഓഫ് ദി മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ സസ്പെൻഡഡ് സിൽറ്റ് ഒക്കെ കാണുമല്ലോ, ഈ സസ്പെൻഡഡ് സിൽറ്റ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിവൈഡ് വാൾസ് ഹെൽപ്പ് ചെയ്യുന്നു. അതിനകത്തൊക്കെ തട്ടി അല്ലെങ്കിൽ തടഞ്ഞ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുകൂടാതെ ഈ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുകി വരുന്ന വെള്ളത്തിന് നല്ല ഫോഴ്സിലായിരിക്കും വരുന്നത്. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ആ എഡി കറൻസ് കൺട്രോൾ ചെയ്യാനായിട്ടും ഡിവൈഡ് വാൾസ് സഹായിക്കുന്നു. ഓക്കെ, അത് മാത്രമല്ല, ഈ വേഴ്സും ബാരേജസിനും ഒക്കെ ഒരു ഓവർ ടേണിങ് എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഇത്രയും വെള്ളം ഒഴുകി ആ പ്രഷർ കൺട്രോൾ ചെയ്ത് ഈ ഓവർ ടേണിങ് എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടും സത്യം പറഞ്ഞാൽ ഡിവൈഡ് വാൾസ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇനി അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഫിഷ് ലാഡേഴ്സ് ആണ്. ഈ ഫിഷ് ലാഡർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ച ഡിവൈഡ് വാളിന്റെ തൊട്ടടുത്തായിട്ടാണ്. നേരത്തെ കാണിച്ച ഫിഗറിനകത്ത് ഈ ഭാഗത്ത് ഇവിടെ കാണുന്നത് ഈ പറഞ്ഞ ഫിഷ് ലാഡർ ആണ്. ഈ ഒരു ഫിഗറിനകത്ത് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടൊരു ഇമേജ് കാണാം, ഇവിടെയും കാണാം, ഇതിനകത്തും ഫിഷ് ലാഡേഴ്സ് കാണാം. ആൻഡ് ഇതൊരു സെക്ഷൻ വ്യൂ, പ്ലാൻ വ്യൂവും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വരച്ച് പഠിക്കേണ്ട ഫിഗറാണ്. അപ്പോൾ ഇനി എന്തിനാണ് ഈ ഫിഷ് ലാഡർ? ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ റിവർ എന്ന് പറയുന്നത് ഫിഷസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് അല്ലേ. ഒത്തിരി സോഴ്സ് അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, ഫിഷ് സോഴ്സ്. ആൻഡ് ഈ ഫിഷ് ഓരോ മൺസൂൺ അല്ലെങ്കിൽ ഓരോ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതനുസരിച്ച്, സീസൺസ് മാറുന്നതനുസരിച്ച് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ടും അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലോട്ടും മൂവ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യുന്ന ഫിഷിന്റെ ആ ഒരു പാത്ത് അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റ് ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്
ശരിക്കും ഫിഷ് ലാഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് വരുന്ന അവരുടെ ആ ഒരു മൂവ്മെന്റിനെ പെട്ടെന്ന് ഈ വേസും ബാരേജസും ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അത് സ്മൂത്ത് ആയിട്ട് ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുകി എത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഫിഷ് ലാഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിഷ് ലാഡേഴ്സിൽ കണ്ട് ഈ കാണുന്ന വാൾസിനെ നമ്മൾ ഫാബിൾ വാൾസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ നടുക്കൂടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ ഫാബിൾ വാൾസ് ശരിക്കും ഒരു എന്താ സിക്സാക് മാനറിലാണ് കൊടുക്കുന്നത്. പല പല ഡിസൈൻസ് കാണും. ഇവിടെ ഒരു ടൈപ്പ് ഫാബിൾ വാൾസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സിക്സാക് ആയിട്ട് പോകുന്നത് കാണാം. അപ്പം ഈ സിക്സാക് മാനറിൽ ഫാബിൾ വാൾസ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ അതായത് ഈ വാട്ടർ ഫ്ലോയുടെ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വാട്ടർ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി ഒരിക്കലും 3 മീറ്റർ പെർ സെക്കൻഡിൽ കൂടുതൽ എക്സീഡ് ആവാനായിട്ട് പാടില്ല. അപ്പൊ ആ രീതിയിൽ കൊടുത്തെങ്കിൽ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ഫിഷിന് സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്ത് പോകാനായിട്ട് കഴിയത്തുള്ളൂ. പിന്നെ ആ റിവറിന്റെ ടൈപ്പ് അനുസരിച്ചും നമ്മൾ എന്ത് വേറും ഏത് ടൈപ്പ് ഓഫ് ബാരേജും ഒക്കെയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചൊക്കെയാണ് ശരിക്കും ഈ ഫിഷ് ലാഡറിന്റെ വിഡ്ത്തും ലെങ്ത്തും ഹൈറ്റും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫിഷ് ലാഡർ. ഇനി അടുത്ത ടേം കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വാട്ടറിന്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കനാൽ ഹെഡ് റെഗുലേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇമേജ് കാണാം. അപ്പൊ ഈ ഒരു കനാൽ റെഗുലേറ്ററിനകത്ത് ഒരുപാട് പിയേഴ്സ് കാണാം അല്ലെ. ഇത് കണ്ടില്ലേ, ഇവിടെ ഓരോരുത്തും മാർക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ പിയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ കനാലിന്റെ ടോട്ടൽ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ വിഡ്ത്തിനെ ചെറിയ ചെറിയ ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിയേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ ഓരോ സ്പാനിനും നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. BAYS, ബേസ്. ഓക്കെ, ഇനി ഈ പേഴ്സ് കൊടുത്തതിന് ശേഷമായിട്ട് അതിന്റെ മുകളിലായിട്ട് ഒരു എന്താ നമ്മൾ ഈ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ ഗേറ്റ്സ് ഇവിടെ ഈ ഒരു ഫിഗറിനകത്തും കാണാം. ആ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അതായിരിക്കും വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്ത് ഡൗൺ സ്ട്രീമിലേക്ക് കടത്തിവിടുന്നത്. ഇനി ഈ ഗേറ്റ്സ് മുകളിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഡിവൈസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗേറ്റ്സ് ആയിരിക്കും. അതിനനുസരിച്ച് വാട്ടർ ഫ്ലോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കമ്പോണന്റ് സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ സിൽറ്റ് കൺട്രോൾ വർക്ക്സ് എന്നും പറയാം. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിൽറ്റ് അല്ലെങ്കിൽ സെഡിമെന്റ്സ് വന്ന് ആ കനാലിന്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ റിസർവറിന്റെ സൈഡിലായിട്ട് അടിഞ്ഞുകൂടാം. ഈ കാണുന്നത് ഒരു സിൽറ്റ് ഡിപ്പോസിറ്റ് അയക്കുന്ന ഒരു ഫിഗർ ആണ്. അപ്പം ഇത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് അല്ലെങ്കിൽ സിൽറ്റ് കൺട്രോൾ വർക്ക്സ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ട് രീതിയിൽ ചെയ്യാം. സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് എന്നും പറയും, സിൽറ്റ് ഇജക്ടേഴ്സ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ ഫിഗേഴ്സ്. വേറെ ഫിഗേഴ്സ് കാണിക്കാം. ആദ്യം തന്നെ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്സ്ട്രീം സൈഡിലും സിൽറ്റ് എജക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡൗൺ സ്ട്രീം പോർഷനിലുമാണ്. ഓക്കെ, അപ്പൊ ഈ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സിന്റെ ഒരു പ്ലാൻ ഇമേജ് ഇവിടെ വരച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെഡ് റെഗുലേറ്ററിലൂടെ ക്ലീൻ വാട്ടർ കടന്നു പോവുകയും ഈ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സിലൂടെ സിൽറ്റഡ് ആയിട്ടുള്ള സെഡിമെന്റഡ് വാട്ടർ കടന്നു പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിനകത്തൂടെ നമുക്കിപ്പോൾ അഴുക്ക്, അതായത് ഈ സിൽറ്റ് ചെളി കലർന്ന വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സ്ട്രീം സൈഡിൽ തന്നെ അത് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ഡാമിൽ നിന്ന് അല്ലെങ്കിൽ റിസർവറിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കനാൽസ് ഒരു വഴി ഒഴുക്കി വിടുമല്ലോ. അപ്പം കനാൽസിലോട്ട് കടത്തി വിടുന്നതിന് മുമ്പായിട്ട് തന്നെ സിൽറ്റ് റിമൂവ് ചെയ്യാനായിട്ടാണ് സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് സഹായിക്കുന്നത്. ഇനി സിൽറ്റ് ഇജക്ടേഴ്സ്. സിൽറ്റ് ഇജക്ടേഴ്സിന്റെ മറ്റൊരു പേര് സിൽറ്റ് എക്സ്ട്രാക്ടേഴ്സ് എന്നാണ്. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ പോലെ സിൽറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ഓക്കെ, കനാലിൽ നിന്ന്. അപ്പൊ ഇത് ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുകുന്ന വെള്ളം ആ ഓഫ് ടേക്ക് കനാലിലോട്ട് പാസ് ചെയ്യുന്ന
ടൈമിലാണ് ശരിക്കും ഈ സിൽറ്റ് ഇജക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പം അത് കൺവേർട്ട് ചെയ്ത് ഈ സിൽറ്റിനെ മാറ്റി എടുക്കുന്നു. എന്നിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും കനാല് വഴി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. രണ്ടിന്റെയും പേർപ്പസ് ഒന്ന് തന്നെയാണ്. ഒന്ന് അപ്സ്ട്രീമിലും ഒന്ന് ഡൗൺ സ്ട്രീമിലുമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് മാത്രം. ഇനി ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ കഴിഞ്ഞ ഒരു മൊഡ്യൂളിൽ. അപ്പോൾ ഗൈഡ് ബാങ്ക്സ്, മാർജിനൽ ബാങ്ക്സ്, സ്പേഴ്സ് ആൻഡ് ഗ്രോയിൻസ്, ഇതെല്ലാം ആണ് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. എന്തിനായിരുന്നു റിവർ ട്രെയിനിങ് വർക്ക്സ്? റിവറിന്റെ ആ ഒരു പോകുന്ന ആ ഒരു ഫ്ലോ അത് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഗൈഡ് ബാങ്ക്സും മാർജിനൽ ബാങ്ക്സും സ്പേഴ്സ് ആൻഡ് ഗ്രോയിൻസും ആണ്. അതിന്റെ ഫിഗേഴ്സ് സഹിതം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും തന്നെയാണ് നമ്മുടെ ഹെഡ് വർക്ക്സിന്റെ മെയിൻ കമ്പോണൻസ്. എല്ലാ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.